വലിയ തിരിച്ചടികൾക്കും അതുപോലെ തന്നെ സീറ്റ് വിഭജന ചർച്ചകളിലെ കല്ലുകടിക്കൊക്കെ ശേഷം ഇന്ത്യ മുന്നണി വീണ്ടും ഊർജ്ജസ്വലമാവുകയാണ്. അതിൻ്റെ സൂചനകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. UP-യിൽ സമാജ്വാദി പാർട്ടിയുമായും അതുപോലെ തന്നെ AAP ആം ആദ്മി പാർട്ടിയുമായും സീറ്റ് വിഭജന ചർച്ചകളിൽ ഏറെക്കുറെ ധാരണയായി കഴിഞ്ഞിട്ടുണ്ട്. തുടക്കത്തിൽ ശരിയാണ്, വലിയ കല്ലുകടികളൊക്കെ ഉണ്ടായിരുന്നു സീറ്റ് വിഭജന ചർച്ചകളിൽ. അതുപോലെ തന്നെ നിരവധി നേതാക്കൾ മുന്നണിയിൽ നിന്ന് വിട്ടുപോയി, അതുപോലെ തന്നെ BJP-ക്കൊപ്പം ചേർന്നു. പക്ഷേ ആ തിരിച്ചടികളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് മറികടന്നുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് ഇന്ത്യ മുന്നണി. എന്തായാലും 10 ദിവസത്തിനുള്ളിൽ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുൻപ് സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കാനാണ് കോൺഗ്രസ് നിലവിൽ ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. ദാസർ, എത്രത്തോളം പ്രതീക്ഷാവഹമാണിപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഈ നീക്കങ്ങളും അതുപോലെ തന്നെ ഈ സീറ്റ് വിഭജന ചർച്ചകളുമൊക്കെ? ഇതിനകത്ത് എനിക്ക് ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയ കാര്യം AAP-യുമായിട്ടുള്ള സീറ്റ് ഷെയറിംഗ് അത് വളരെ പെട്ടെന്ന് പൂർത്തിയായിരുന്നതാണ്. അതായിരിക്കും മമതാ ബാനർജി കഴിഞ്ഞാൽ ഏറ്റവും ടഫർ എന്താ പറയുക നെഗോഷിയേഷൻ AAP-യുമായി ബന്ധപ്പെട്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അത് നമ്മൾ വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ അത് കഴിഞ്ഞു. ഡൽഹിയിൽ ഇപ്പോൾ 7 സീറ്റിൽ 3 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കാവുന്നു, 4 സീറ്റിൽ AAP മത്സരിക്കാവുന്നു. മറ്റു ഹരിയാനയിൽ 1 സീറ്റ് AAP-ക്ക് കൊടുക്കുന്നു, ചണ്ഡീഗഡ് AAP കോൺഗ്രസ്സിന് കൊടുക്കുന്നു, ഗുജറാത്തിൽ 2 സീറ്റ് AAP-ക്ക് കൊടുക്കുന്നു. ഇങ്ങനെ പിന്നെ ഉള്ളത് പഞ്ചാബാണ്. പഞ്ചാബിൽ പക്ഷേ AAP-യും കോൺഗ്രസും പരസ്പരം മത്സരിക്കുകയാണ്. പക്ഷേ അത് വലിയ രീതിയിൽ ഇന്ത്യ മുന്നണി ബാധിക്കില്ല. കാരണം ഈ NDA അത്ര സ്ട്രോങ് അല്ല പഞ്ചാബ്. ഇത് ഏതെങ്കിലും ഒരു കൂട്ടർ തന്നെയായിരിക്കും വിജയിച്ച് വരാനുള്ള സാധ്യത ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ. അപ്പം AAP-ക്ക് സാമാന്യം പ്രസൻസുള്ള എല്ലായിടത്തും പഞ്ചാബ് മാറ്റി നിർത്തിയാൽ എല്ലായിടത്തും അത് ധാരണയായി. ഗോവയിലും ധാരണയായി കഴിഞ്ഞു. അതാണ് ഇതിൽ ഒരു കൗതുകരമായിട്ടുള്ളൊരു എലമെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് SP-യുമായിട്ടുള്ള ഷെയറിങ് UP-യിൽ കഴിഞ്ഞു. മധ്യപ്രദേശിലും അവർക്കൊരു സീറ്റ് കൊടുക്കാം എന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ SP-ക്ക് സാന്നിധ്യമുള്ളത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ ചർച്ചകൾ വളരെ 37 സീറ്റിൽ ഏതാണ്ട് 20 സീറ്റിൽ ധാരണയായി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അവിടെ ഈ ശിവസേന, അതേമാതിരി NCP, SP, കോൺഗ്രസ് അവരെന്തോ ഒരു അഘാടി ആണ് അവിടെ പറയുന്നത്. അപ്പോൾ അവിടെയും വളരെ പോസിറ്റീവായിട്ട് നമ്മൾ രമേശ് ചെന്നിത്തലയാണ് അവിടെ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. അതും വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം ഉത്തരേന്ത്യയിൽ ഏതാണ്ട് ബീഹാറിൽ നേരത്തെ തന്നെ ഉണ്ട്, പിന്നെ ജാർഖണ്ഡിൽ നേരത്തെ ഉണ്ട്. അപ്പോൾ ഈ ഹിന്ദി ഹേർട്ട്ലാൻഡിൽ ഓൾമോസ്റ്റ് ഡീൽ ഡൺ എന്ന് പറയാവുന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു. പിന്നെ ഉള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളാണ്. വെസ്റ്റ് ബംഗാൾ കുറച്ച് ടഫായിരിക്കും. കാരണം മമതാ ബാനർജി എന്ന് പറയുന്നത് ഡീൽ ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. ഇന്നിപ്പോൾ 2 സീറ്റാണ് അവർ കോൺഗ്രസിന് ഓഫർ ചെയ്തത്. അപ്പോൾ കോൺഗ്രസ് അത് പോരാ എന്ന് പറയുന്നുണ്ട്. ഇന്ന് അവിടുത്തെ TMCയുടെ അവിടുത്തെ ഒരു നേതാവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്നത് 2-ൽ കൂടുതൽ സീറ്റ് കോൺഗ്രസ്സിന് കൊടുക്കാൻ ഞങ്ങളൊരു ബൈനോക്കുലർ വെച്ച് നോക്കിയിട്ട് പോലും കാണുന്നില്ല കോൺഗ്രസ്സിന് കൊടുക്കാൻ പറ്റത്തില്ല. ഇങ്ങനൊക്കെ സംസാരിക്കുന്ന നേതാക്കന്മാരാണ്. അപ്പോൾ അതെവിടെ എത്തുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ബംഗാളിൽ ഒരു ഡീൽ ആയിട്ടില്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മൊത്തം ഇതിൻ്റെ പ്രൊഫൈൽ, ഇതിൻ്റെ ഒരു ഇന്ത്യ മുന്നണിയുടെ ബ്രാൻഡിങ്ങിനെ തന്നെ അത് ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ 2 കൂട്ടരും അത് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യം നേരത്തെ ചെയ്യാവുന്ന, കഴിഞ്ഞ ഇലക്ഷനുകളോ അതിന് മുമ്പത്തെ ഇലക്ഷനുകളൊക്കെ ചെയ്യാവുന്ന കാര്യമായിരുന്നു. പക്ഷേ ചെയ്തില്ല. അതിന് ഇപ്പോൾ എന്തുകൊണ്ടാണ് AAP ഇത്രയും ലിബറലായിട്ട് വളരെ പെട്ടെന്ന് ഇങ്ങനൊരു സീറ്റ് ഷെയറിങ് കാര്യത്തിലൊക്കെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ AAP-യുടെ ഒരു ഫോർമാറ്റീവ് പീരീഡിൽ അതിൻ്റെ നേതാക്കന്മാരുടെ പ്രസ്താവന ശ്രദ്ധിക്കണം ദിവ്യ. ശരിക്കും ഈ സുരേഷ് ഗോപി സ്റ്റൈലാണ്. ആരുമായിട്ട് സഖ്യമില്ല, ഞങ്ങൾ ഒറ്റക്ക് അഴിമതി, എല്ലാവരും അഴിമതിക്കാരാണ്, ആ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം, ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത പോരാട്ടം, അത് മാത്രമാണ് പൊളിറ്റിക്സ് എന്നൊരു ഡയലോഗ് അടിച്ചുകൊണ്ടുള്ളതായിരുന്നു. അപ്പോൾ അവരുടെ അടിസ്ഥാന നിലപാടായിരുന്നു. 2 നിലപാടാണ് സ്വീകരിച്ചത്. ഒന്ന്, അവരെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഭ്രഷ്ടാചാർ. ഈ പറയുന്ന ഭ്രഷ്ടാചാർ ഇത് തന്നെയാണ് പറഞ്ഞത്. അഴിമതിയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടാണ് അവർ വന്നത്. അപ്പം രണ്ടാമത്തെ എന്നാൽ എല്ലാവരും അഴിമതിക്കാരാണ്. ഈ അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരാണ് നമ്മുടെ രാഷ്ട്രത്തെ തകർത്തത്. അപ്പോൾ അഴിമതി ഇല്ലാണ്ടായാൽ രാജ്യം രക്ഷപ്പെടും എന്നുള്ളതായിരുന്നു പുള്ളിയുടെ സിദ്ധാന്തം. പക്ഷെ മുന്നോട്ട് വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് അതല്ല കാര്യം. ഇവിടെ അഴിമതിയേക്കാൾ വലിയ പ്രശ്നം ഇപ്പോൾ നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന അടിയന്തര പ്രശ്നം എന്ന് പറയുന്നത് സ്വേച്ഛാധിപത്യമാണ്, അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധതയാണ്. ഭരണഘടന നശിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്.
അത് മനസ്സിലാക്കാൻ എത്ര സമയമെടുത്തു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം മന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ജയിലിൽ പോകേണ്ടി വന്നു. മൂന്നാമതായി മുഖ്യമന്ത്രി തന്നെ ജയിലിൽ പോകേണ്ടി വരും എന്ന അവസ്ഥ വന്നു. അപ്പോൾ അഴിമതി അല്ല പ്രശ്നം, ഇതാണ് പ്രശ്നം എന്ന് തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവുണ്ടാക്കി കൊടുക്കുന്നതിൽ അമിത്ഷായ്ക്കും മോഡിക്കും പങ്കുണ്ട്. അതിന് നന്ദി പറയണം. അപ്പോൾ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നാളെ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുമോ, രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തെ അഭിമുഖീകരിക്കേണ്ട ഒരു നിർണായകമായ സന്ദർഭമാണ്. ആ സന്ദർഭത്തെ മനസ്സിലാക്കി ഇവർ പോകുന്നുണ്ട് എന്നുള്ള ആശ്വാസമാണ്. അതുകൊണ്ട് ഇത് വൻ മുന്നേറ്റം നടത്തുമെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോഴത്തെ നില വെച്ചാണ് എൻ്റെ ഒരു നിഗമനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീക്ക് NDA എന്നുള്ളൊരവസ്ഥയിലേക്ക്, എന്ന് വെച്ചാൽ ഇവർ പറയുന്നത് 370 സീറ്റ് BJP ഒറ്റയ്ക്ക് നേടുക എന്നുള്ളതാണ് ടാർഗറ്റായി വെച്ചിരിക്കുന്നത്. ആ ടാർഗറ്റിനെ ദുർബലപ്പെടുത്താൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധിക്കുമെന്നാണ് തോന്നുന്നത്. യെസ്, ജെയിംസ്, എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുമ്പോഴേക്കും NDAയെ നേരിടാൻ തക്ക ശക്തിയുള്ളൊരു മുന്നണിയായി ഇന്ത്യ മാറുമോ? ഇത് വേറൊരു കാര്യമുണ്ട്. ഒരുതരം പ്രതീതി സൃഷ്ടിക്കുന്നതിൽ മാധ്യമങ്ങൾ വിജയിക്കുന്നുണ്ട്. അതിപ്പോൾ ഉദാഹരണത്തിന് JDU എന്ന് പിന്മാറി, നിതീഷ് കുമാർ ഇന്ത്യ സഖ്യം വിട്ടു, ഇതെല്ലാം കഴിഞ്ഞു. അതായത് ഇന്ത്യ സഖ്യത്തിൻ്റെ തലതൊട്ടപ്പൻ അദ്ദേഹമാണ് ആ ഫസ്റ്റ് മീറ്റിംഗ് വിളിക്കുന്നത്. അങ്ങേര് തന്നെ പോയി, അമിത്ഷാ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ നമുക്ക് പോലും തോന്നിക്കുന്ന രീതിയിലാണ് ആ പ്രചാരണം, അല്ലേ? അത് അങ്ങനെ യഥാർത്ഥത്തിൽ ഇപ്പോൾ JDU പോയിന്നത് ബീഹാറിൽ ഇപ്പോൾ എന്താ സംഭവിക്കുക? JDU എന്ന് പറഞ്ഞാൽ അവിടുത്തെ രണ്ടാമത്തെ പാർട്ടിയാണ്. ഒന്നാമത്തെ പാർട്ടി RJD ആണ്. RJD ഇപ്പോഴും ഇന്ത്യ സഖ്യത്തോടൊപ്പം തന്നെ ഉണ്ട്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. പ്രശ്നമാണോ എന്ന് വെച്ചാൽ പ്രശ്നമാണ്. കാരണം OBC വോട്ടുകളാണ് JDUവിൻ്റെ പ്രധാന ഏരിയ. പക്ഷേ OBC വോട്ടുകളുടെ മൊത്തം വോട്ട് ബാങ്ക് JDUവിൻ്റെ കയ്യിലല്ലോ. അങ്ങനെയാണെങ്കിൽ അവർ മുന്നോട്ടില്ല. ആ വോട്ട് ബാങ്ക് RJDക്കും ഉണ്ട്. അവിടെ BJPക്കും OBC വോട്ട് ബാങ്ക് ഉണ്ട്. അപ്പോൾ JDU എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ കൈയടക്കി വെച്ചിട്ടുള്ള ഒരു പാർട്ടിയൊന്നുമല്ല. പക്ഷേ അത് പോയതൊരു പലതരത്തിൽ അതിൻ്റെ ഇമേജിനെ ബാധിച്ചിട്ടുണ്ട്. ദിവസം പറഞ്ഞാൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന അതിൻ്റെ പ്രോസ്പെക്ട്സിനെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും അവിടെ അങ്ങനെ അത്ര വലിയ ഭീഷണിയൊന്നുമല്ല. പിന്നെ ഉള്ളത് NCPയിൽ നിന്നൊരു വിഭാഗത്തെ അടർത്തിയെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ. അല്ല, NCP RLD ഒരു ചെറിയ പാർട്ടിയാണ്. മഹാരാഷ്ട്രയിൽ NCP അജിത് പവാർ വിഭാഗത്തെ അടർത്തി കൊണ്ടുപോയിട്ടുണ്ട്. അത് NCPയെ എങ്ങനെ ബാധിക്കും? NCPയുടെ നിലനിൽപ്പിനെ ബാധിക്കുമോ? അവർക്ക് മുമ്പുണ്ടായിരുന്ന ശക്തി ഉണ്ടാകുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് വരുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എങ്കിൽ പോലും ഈ പറഞ്ഞ മഹാവികാസ് അഘാടി അവിടെ ശക്തമായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. 3 ആം ആദ്മി പാർട്ടിയാണ്. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഏതെങ്കിലും തരത്തിൽ യോജിച്ച് പ്രവർത്തിക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. കാരണം ഒരു കാരണവശാൽ, കാരണം BJPയുടെ B ടീമാണ്, RSS ആണ് ആം ആദ്മി പാർട്ടി ഉണ്ടാക്കിയതെന്ന് ആക്ഷേപം ഉന്നയിച്ചത് കോൺഗ്രസ്സുകാരാണ്. പക്ഷേ ആം ആദ്മി പാർട്ടി ആകട്ടെ കോൺഗ്രസോട് ഒരു തരത്തിലും, കാരണം അവർക്ക് BJPയേക്കാൾ വലിയ ശത്രു കോൺഗ്രസ്സാണ്. പല തെരഞ്ഞെടുപ്പുകളും നമ്മൾ കണ്ടതാണ്. കോൺഗ്രസിനെ തോപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ സ്ഥാനാർത്ഥിയെ പ്ലേസ് ചെയ്യുന്നുള്ളത് ചെയ്തുകൊണ്ടിരുന്നത്. അവർ അവസാനം ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുകയും കോൺഗ്രസ്സുമായി ഇന്ത്യ മുന്നണിയുടെ ഒരു ഭാഗമായി അവർ മാറുകയും ചെയ്തു. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പറയുന്ന ബംഗാൾ, അതുപോലെ യുപിയിൽ സമാജ്വാദി പാർട്ടിയായിട്ട് നല്ല സീറ്റ് ഷെയറാണ് കോൺഗ്രസ് കിട്ടിയത്. കോൺഗ്രസിന് 1 സീറ്റോ 2 സീറ്റ് ജയിക്കാൻ കഴിയുമായിരുന്ന യുപിയിൽ 17 സീറ്റിൽ അവർ മത്സരിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല, അത് വലിയ കാര്യം തന്നെയാണ്. എത്ര സീറ്റിൽ ജയിക്കുമെന്നുള്ളതല്ല, അവർക്ക് മത്സരിക്കാൻ കഴിയുന്നു. പരമാവധി BJPയുടെ ജയസാധ്യതയെ കുറയ്ക്കാനെങ്കിലും ഈ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള ഒത്തുചേരൽ സാധിക്കുമെന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം ഇപ്പോൾ ഇത് ബംഗാളാണ്. ബംഗാളിൽ കുറച്ച് പ്രശ്നം തന്നെയാണ്. ബംഗാളിൽ പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഒരു ധാരണ വരും എന്ന് തന്നെയാണ്. കാരണം കോൺഗ്രസ് അവിടെ വിട്ടുവീഴ്ച ചെയ്യും. കാരണം അതിൻ്റെ ഒരു പ്രാധാന്യം ബംഗാളിൽ ഇത് തകർന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യയിൽ മൊത്തം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കോൺഗ്രസ് ബോധവാന്മാരാണ് എന്നുള്ളതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും. 1 സീറ്റെങ്കിൽ 1 സീറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ വിട്ടുവീഴ്ച ചെയ്യാനാണ് കൂടുതൽ സാധ്യത. തീർച്ചയായിട്ടും കോൺഗ്രസ് അതിന് തയ്യാറാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ പറയുന്നത് അങ്ങനൊരു മോശം അവസ്ഥയിലല്ല ഇപ്പോൾ ഇന്ത്യ മുന്നണി ഉള്ളത്. ഈ സീറ്റ് ഷെയറിംഗ് ചർച്ചകൾ പൂർത്തിയായി കഴിഞ്ഞാൽ തന്നെ വളരെ ശക്തമായ നിലയിലേക്ക് പോകും. അത് പക്ഷേ ഇത്തവണത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 2019 മോദിക്കെതിരായിട്ടുള്ളൊരു വികാരം ഉണ്ടായിരുന്നു. മോദി മാറണം എന്നൊക്കെ ഒരു വികാരമുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. മോദി വീണ്ടും വരുമെന്നൊരു ഭയം ആളുകൾക്കുണ്ട്. അപ്പോൾ ആ ഭയമുള്ളപ്പോൾ മോദി ഇൻവിൻസിബിൾ അല്ല എന്ന് തെളിയിക്കുന്ന രീതിയിൽ ജനങ്ങൾക്ക് കോൺഫിഡൻസ് എടുക്കാനുള്ള ചുമതല ഇന്ത്യ സഖ്യത്തിനുണ്ട്. ഇന്ത്യ സഖ്യത്തിൽ ഏറ്റവും പ്രമുഖ കക്ഷിയായ കോൺഗ്രസിനുണ്ട്. അതിപ്പോൾ നടന്നിട്ടുണ്ടോ? ഇപ്പോൾ നടക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഭാരത് ന്യായ യാത്ര അത് എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് അറിയാൻ കഴിയില്ല. കാരണം വെച്ചാൽ മാധ്യമങ്ങൾ അതേപറ്റി ഒരു റിപ്പോർട്ടും തരുന്നില്ല. അവിടെ എത്ര ജനക്കൂട്ടം വരുന്നുണ്ട്, ആളുകളുടെ റെസ്പോൺസ് എന്നാണ് ഒരു മാധ്യമങ്ങളും ഒരു റിപ്പോർട്ടും നൽകുന്നില്ല. അത് അങ്ങനൊരു കോൺഫിഡൻസ് ജനങ്ങൾക്ക്, കാരണം ജനങ്ങൾ ഇത് മാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ആവശ്യമായ ഒരു കോൺഫിഡൻസ് കോൺഗ്രസിനും ഇന്ത്യ മുന്നണിയും കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ വേണ്ടത്ര ഇല്ല എന്ന് ഇപ്പോൾ പറയാൻ കഴിയും.
നമുക്ക് നോക്കാം, കാത്തിരിക്കാം. യെസ്, എന്തായാലും ഇതുവരെയുള്ള നീക്കങ്ങൾ കാണുമ്പോൾ എതിർപ്പാളയത്തു നിന്ന് വലിയ വിമർശനങ്ങളുണ്ട്. ഇന്ത്യ മുന്നണി അസ്തമിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ പറയാൻ വരട്ടെ, വളരെ വിജയകരമായി തന്നെ സീറ്റ് വിഭജന ചർച്ചകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും സാധിക്കുന്നുണ്ട്. ഇനിയൊരു ബാലികേറാമലയുള്ളത് അത് ബംഗാളിലാണ്. അവിടെയും സീറ്റ് വിഭജന ചർച്ചകൾ വരും ദിവസങ്ങളിൽ വിജയകരമായി പൂർത്തീകരിക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.